നമസ്കാരം, ശ്രീമാസിലേക്ക് സ്വാഗതം. ഞാനിവിടെ 10th പ്രിലിംസ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ 30 ഡേയ്സ് ചാലഞ്ചിലെ 2 ദിവസം കൊണ്ട് കുറച്ച് യാത്രയിലായതുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ഇടാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഒരു ദിവസം തന്നെ 2 വീഡിയോകൾ ഇടാം എന്ന് ഉദ്ദേശിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ 30 ഡേയ്സ് ചാലഞ്ചിൻ്റെ കൃത്യങ്ക നിയമങ്ങൾ, എക്സ്പൊണൻഷ്യൽ തിയറി, ഇത് ഹൃദിസ്ഥമാക്കണം. a raised to m into a raised to n equal to a raised to m plus n. അതായത് എക്സാമ്പിൾ 2 raised to 3 into 2 raised to 5 is equal to 2 raised to 5 plus 3, 2 raised to 8. a raised to m by a raised to n equal to a raised to m minus n. ഉദാഹരണത്തിന് 10 raised to 8 by 10 raised to 5 സമം 10 raised to 8 minus 5, 10 raised to 3. ഇനി a raised to m the whole raised to n is equal to a raised to m into n, അതായത് a raised to mn. 2 raised to 5 the whole raised to 2 equal to 2 raised to 5 into 2, 2 raised to 10. 3 raised to 2 the whole raised to 3 equal to 3 raised to 2 into 3. പവേഴ്സ് രണ്ടുകൂടെ ഗുണിക്കുക, 2 raised to 6. ഇനി a raised to minus n എന്ന് പറഞ്ഞാൽ 1 by a raised to n ആണ്. a raised to minus half എന്ന് പറഞ്ഞാൽ അത് അടിയിൽ വരുമ്പോൾ 1 by a raised to half ആണ്. a raised to minus 2 എന്ന് പറഞ്ഞാൽ 1 by a raised to 2 ആണ്. ഇനി a b the whole raised to n എന്ന് പറഞ്ഞാൽ a raised to n into b raised to n. എയ്ക്കും വേണം n, ബിക്കും വേണം. കോമൺ ആയിട്ട് എയ്ക്കും n വേണം, ബിക്കും n വേണം. a by b the whole raised to n എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ a raised to n by b raised to n. a b the whole raised to n എന്ന് പറയാം a raised to n into b raised to n. a by b the whole raised to n എന്ന് പറയാം a raised to n by b raised to n. പവേഴ്സ് തുല്യമായാൽ ബേസ് ഇക്വേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് 2 raised to 5 equal to x raised to 5. രണ്ടിടത്തും പവർ 5 ആണ്. അപ്പം നമുക്ക് ബേസ് ഇക്വേറ്റ് ചെയ്യാം. 2 equal to x. അങ്ങനെയാണ് എക്സിൻ്റെ വില എത്ര, അങ്ങനെയൊക്കെ ചോദിച്ച് കാണാറുണ്ട്. m raised to 8 equal to 2 raised to 8. അങ്ങനെ വന്നാൽ രണ്ടിടത്തും പവർ 8 ആണല്ലോ. അപ്പോൾ എമ്മിൻ്റെ വില എത്ര, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. m സമം 2. തിരിച്ച് ബേസ് തുല്യമായാൽ നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. 2 raised to 8 equal to 2 raised to x ആയാൽ ബേസ് രണ്ടും 2 ആണ്. അപ്പോൾ നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. 8 equal to x, എക്സിൻ്റെ വില എത്ര, 8 equal to x. ബേസ് തുല്യമായാൽ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക, പവേഴ്സ് തുല്യമായാൽ ബേസും ഇക്വേറ്റ് ചെയ്യുക. ഇനി എനി ക്വാണ്ടിറ്റി റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. a raised to 0 1 ആണ്, 5 raised to 0 1 ആണ്, x raised to 0 1 ആണ്, 120 raised to 0 1 ആണ്. എനി ക്വാണ്ടിറ്റി റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഇതിനകത്തിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട്. കൃത്യങ്ക നിയമങ്ങൾ, എക്സ്പൊണൻഷ്യൽ തിയറി ഇതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട്. എക്സാമുകൾക്ക് ചോദിച്ച് കാണാറുള്ളതാണ് സ്ക്വയർ റൂട്ട് ഓഫ് 20 പ്ലസ് സ്ക്വയർ റൂട്ടിനകത്ത് 20 പ്ലസ് റൂട്ട് ഓഫ് 20 പ്ലസ് റൂട്ട് ഓഫ് 20 അങ്ങനെ അങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അങ്ങനെയുള്ള ചോദ്യം ചെയ്യാൻ വന്നാൽ 20ൻ്റെ ഘടകങ്ങൾ നോക്കുക. 20ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 20 10 2 4 5. അപ്പോൾ ഈ തൊട്ടടുത്തടുത്ത കൗണ്ടിങ് നമ്പേഴ്സ് വരുന്ന തൊട്ടടുത്തടുത്ത സംഖ്യകൾ വരുന്ന ഘടകങ്ങൾ എടുക്കുക. 4 5. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ റൂട്ടിനകത്ത് പ്ലസ് ആണെങ്കിൽ റൂട്ടിനുള്ളിൽ റൂട്ട് ഓഫ് 20 പ്ലസ് റൂട്ട് ഓഫ് 20 പ്ലസ് അതിനകത്ത് റൂട്ട് വരും. അങ്ങനെയാണ് വന്നതെങ്കിൽ ആ വലിയ സംഖ്യ എടുക്കും. 5 ആണ് ഉത്തരം. റൂട്ട് ഓഫ് 20 പ്ലസിന് പകരം മൈനസ് ആണെങ്കിൽ റൂട്ടിനകത്ത് 20 റൂട്ട് ഓഫ് 20 മൈനസ് റൂട്ട് 20 മൈനസ് ആ റൂട്ടിനകത്ത് ഇങ്ങനെ പോവുക. റൂട്ട് 20 മൈനസ് റൂട്ട് 20 അങ്ങനെയാണ് വന്നതെങ്കിൽ ഈ 4 5 എന്നുള്ളതിൽ 4 ആണ് അതിൻ്റെ ഉത്തരം. അത് റൂട്ട് ഓഫ് 12 പ്ലസ് റൂട്ട് ഓഫ് 12 പ്ലസ് റൂട്ട് ഓഫ് 12 അങ്ങനെ അങ്ങോട്ട് പോയാലും നമുക്ക് അതുപോലെ എഴുതാം. 3 4 എടുക്കണം ഘടകങ്ങൾ, 6 2 എടുക്കരുത്. 6 2 തൊട്ടടുത്തടുത്ത ഘടകങ്ങളല്ല. 3 4 എടുത്തു കഴിഞ്ഞാൽ ഈ റൂട്ടിനകത്ത് പ്ലസ് ആണെങ്കിൽ 4 വരും ഉത്തരം. റൂട്ടിനകത്ത് മൈനസ് ആണെങ്കിൽ ആ ചെറിയ സംഖ്യ വരും ഉത്തരം, 3 വരും. അത് മനസ്സിലാക്കിയിരിക്കുക. റൂട്ട് ഓഫ് 30 മൈനസ് റൂട്ട് ഓഫ് 30 മൈനസ് റൂട്ട് ഓഫ് 30 അങ്ങനെ വരുന്നതെങ്കിൽ 30യുടെ തൊട്ടടുത്തടുത്ത ഘടകങ്ങൾ എഴുതുക. 5 6
10-3 എടുക്കരുത്, കാരണം അത് അടുത്തടുത്ത ഘടകങ്ങളല്ല. 5-6 ആകുമ്പോൾ ഈ റൂട്ടിനകത്ത് പ്ലസ്സാ വന്നതെങ്കിൽ വലിയ ഉത്തരവാണ്, 6 നമ്മുടെ ഉത്തരം. റൂട്ടിനകത്ത് മൈനസ് ആ പ്ലസിന്റെ സ്ഥാനത്ത് വന്നതെങ്കിൽ നമ്മുടെ ഉത്തരം 5, ചെറിയ സംഖ്യയാണ്. അത് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും തുടർന്ന് ഇതുപോലെയുള്ള ധാരാളം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2500-ൽ പരം വീഡിയോകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോകൾ ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.